ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സിമ്പിളായൊരു മന്തി പരീക്ഷിച്ചാലോ? മന്തി റൈസും ചിക്കൻ വലിയ പീസും ഒന്നുമില്ലാതെ സിമ്പിളായിട്ടൊരു മന്തി ആർക്കും എപ്പോഴും ഉണ്ടാക്കാം. ഇതിപ്പോൾ ചിക്കൻ വാങ്ങിച്ചപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് മന്തി ഉണ്ടാക്കാമെന്ന്. ഇതിനായി പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലി, പുതിനയില, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും മതി. പിന്നെ എരിവിനായി കുരുമുളക്, കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ചെറിയ ജീരകം മസ്റ്റാണ് കേട്ടോ. മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇതെല്ലാം കൂടി ചിക്കനിലേക്ക് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യണേ. കൂട്ടത്തിൽ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കണം. ഞാനിവിടെ ചിക്കൻ ഉപ്പും മഞ്ഞളും ചേർത്ത് ചെറുതായി ഒന്ന് തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ എടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വയ്ക്കുക. അതിനുശേഷം ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഈ ടൈമിൽ നമുക്ക് അരി കഴുകി വേവിക്കാം. ഞാനിവിടെ നോർമൽ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 3/4 ഭാഗം വേവിച്ച് നമ്മൾ പൊരിച്ചെടുത്തിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഈ ഒരു രീതിക്ക് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. ഞാനിതിൽ ഇടയ്ക്ക് കുറച്ച് കളർ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു കനൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഉടനെ മൂടി വയ്ക്കാം. ഇനി ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് 15 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ വരുന്ന സ്മെല്ലുണ്ടല്ലോ, കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഫ്ലേവറിൽ തന്നെ നമുക്ക് ഈ മന്തിയും ചെയ്തെടുക്കാൻ കഴിയും. ഇത്ര സിമ്പിളായി ചെയ്യാൻ വേറൊരു രീതിയിലും പറ്റില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.